ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് മന്തി റെസിപ്പീസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ചെയ്താലും നന്നായിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ കുറച്ചധികം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പം ചിക്കനാണെങ്കിലും ചോറാണെങ്കിലും നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അതുമാത്രമല്ല ഒട്ടും ഫ്ലോപ്പ് ആവാതെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തു വെക്കാം. ചിക്കന് കഴിവതും കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യൂമിൻ പൗഡർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. അതാണ് നമ്മുടെ മന്തിയുടെ രുചി കൂട്ടുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂണോളം പെപ്പർ പൗഡറും അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഈ ഒരു മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മന്തി മസാലയൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 6 ചിക്കൻ ക്യൂബ്സാണ്. അപ്പോൾ മാഗി ക്യൂബ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, ഒരു 1/2 കപ്പോളം പുതിന ഇലയും 1 കപ്പോളം മല്ലിയിലയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മറ്റു മന്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു റൈസ് നല്ല ഓയിലിയാണ്, പക്ഷെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമുക്കൊരു 1.25 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കിലോ ചിക്കനും 2 കിലോ റൈസുമാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയെടുക്കാൻ ഇത്രയും അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കന് കുറച്ച് കല്ലുപ്പും വിനെഗറും ഒഴിച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്കിന്നോട് കൂടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിൽ സ്കിൻ ഇല്ലാതെയും യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കനിൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇതിൽ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിലും മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് 2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പകുതി 1 കിലോയിൽ വെക്കുകയാണെങ്കിൽ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ഒരു മന്തിയിൽ ഇതാണ് മെയിൻ പ്രോസസ്സ്. അതുകൊണ്ട് ഈ ഒരു മാരിനേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ, അതായത് ഒരുപാട് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് പിറ്റേന്ന് ഉച്ചക്കൊക്കെ ഈ ഒരു ചോറുണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ ചിക്കൻ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊന്ന് വിട്ട് തന്നാൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചെമ്പെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് ബസ്മതി റൈസും എടുക്കാം. ഇതൊരു 3-4 തവണ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 6 മിനിറ്റായി നമ്മൾ ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഒരു സൈഡൊക്കെ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലോട്ട് 5-6 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചോറിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലധികം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 20 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ചോറ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ഇരട്ടി വെള്ളം നമുക്കൊരു ചെമ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരി ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലോട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ബ്ലാക്ക് ലെമൺ, ഒരു 10 ഏലക്ക, 5-6 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 4 ബേ ലീവ്സ് എന്നിവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറിലൊന്ന് കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് മാത്രം അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ അരി ചേർത്ത് കൊടുത്തിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. പിന്നെ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് അരി കുക്ക് ചെയ്ത് വന്നാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും ഈ സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരി നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. 90%ഓളം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള വശം ഒന്ന് മാറ്റി കൊടുക്കാം. അതായത് ചിക്കൻ ഓരോന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഓയിൽ കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ വേണം ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സാഫ്രോൺ കളറോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചധികം റൈസ് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് അടുത്ത ലെയറും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കളർ ചേർത്ത് കൊടുത്ത് അതുപോലെ നേരത്തെ മാറ്റി വെച്ച ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു അലൂമിനിയം ഫോയിലോ സ്റ്റീലിൻ്റെ ഒരു ബൗളിലോ വെച്ച് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുകയിച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ നിന്നോട്ടെ. അതിന് ശേഷം ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല ചാർക്കോളിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും. ആ ഒരു ചാർക്കോൾ ആദ്യം നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് ഇതിൻ്റെ അടിയിലുള്ള ചിക്കൻ നമുക്ക് ജസ്റ്റ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം ഈ ഒരു ചോറെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ചിക്കൻ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടിയിലുള്ള ഒരു മസാലയും കൂടെ ചേർത്തിളക്കി ചോറ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് മുറിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണ്ട, പക്ഷേ ഒന്ന് ചേർത്തിളക്കിയാൽ മതി. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കനിൽ നല്ല ലുക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനിൽ വേണമെങ്കിൽ ശകലം
റെഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.